കാനഡയിലോ ഓസ്ട്രേലിയയിലോ UK പോയി താമസിക്കാൻ വേണ്ടി ഇവിടുന്ന് പോകുന്ന വിദ്യാർത്ഥികളെ അവിടെ ചെല്ലുമ്പോഴേ സ്വീകരിക്കുന്നത് പൂമാല അണിഞ്ഞൊന്നുമല്ല. ഇവർക്ക് താമസിക്കാൻ കിട്ടുന്ന സൗകര്യം വളരെ ചെറുതാണ്. ഇവർക്ക് പഠിക്കാൻ ഉള്ള ഫീസ് അടച്ചു, ബാക്കിയുള്ള ചിലവിനുള്ള പണം ഇവർ തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ, അവിടെയുള്ള ഗവൺമെൻറ് അതിനുള്ള സൗകര്യം, അവിടെ എല്ലാ കടകളിലും ആളുകളെ ആവശ്യമുണ്ട്, ആളുകളെ കിട്ടാനില്ല. അതുകൊണ്ട് മണിക്കൂർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യിക്കാൻ വിദ്യാർത്ഥികളെ എന്ന് അവർ തീരുമാനിച്ചു. അപ്പോൾ ഇവിടെ വലിയ കുടുംബത്തിൽ ജനിച്ച് വലിയ അവസ്ഥയിൽ ജീവിച്ചവർ അവിടെ KFC പോലെ ഉള്ള സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ചായക്കടകളിലോ ഒക്കെ പോയി പാത്രം കഴുകുന്ന ജോലിയും സർവീസ് ജോലിയും അവർ മണിക്കൂറിന് ഇത്ര രൂപ വാങ്ങി ചെയ്യുന്നു. നാട്ടിലത് ചെയ്യാൻ അവർക്ക് വല്ലാത്ത പുച്ഛമായിരുന്നു. അവിടെ ചെന്ന് ഈ പണം കിട്ടി ആദ്യത്തെ ഒരാഴ്ച ഈ പറഞ്ഞ പോലെ ഉണ്ടായ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഈ എക്സൈറ്റ്മെൻറ്റ് മാറുമ്പോൾ ഇവർക്ക് എവിടെയാണ് കറങ്ങാൻ പോകാൻ കഴിയുക? കയ്യിലുള്ള പണം കൊണ്ട് ഇത്രയേ കഴിയുള്ളൂ. കയ്യിലുള്ള പണം കൊണ്ട് ഇവർക്കൊരു സ്റ്റാർബക്സിൽ പോയി ഒരു കാപ്പി കുടിക്കാൻ പോലും കഴിയില്ല. കാരണം ഒരു സ്റ്റാർബക്സിലെ കാപ്പിക്ക് അവിടെ $7 കൊടുക്കണം. $10 ഒരു മണിക്കൂർ കിട്ടണമെങ്കിൽ $7 കൊടുക്കണം. ഇവർ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോയവരാണ്. $7 എന്ന് പറയുമ്പോൾ ഏകദേശം 700 രൂപ എടുത്ത് അല്ലെങ്കിൽ 600 രൂപയെങ്കിലും ചിലവുണ്ട്. ഈ പണം മുടക്കാൻ പോകുമ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ട് പൊള്ളും. ഇവർ വീണ്ടും ചെയ്യുന്നത് എന്താണ്? നാട്ടിലെ സാധനങ്ങൾ അവിടെ ലഭ്യമാണ്. അവിടുത്തെ ഒരു കടയിൽ നിന്ന് അരി വാങ്ങി കഞ്ഞി ഉണ്ടാക്കി കുടിച്ച് കഴിയും. ഇതിലും ഭംഗിയായിട്ട് അമ്മ കഞ്ഞി ഉണ്ടാക്കി വീട്ടിൽ കൊടുക്കുമായിരുന്നു. അക്കരപ്പച്ച എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിൽ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ജോലിയിൽ നിന്ന് ആഗ്രഹിച്ച് പോകുന്നവർ എത്ര ശതമാനം ആളുകളാണ് കംഫർട്ടബിളായിട്ട് ജീവിച്ചിട്ടുള്ളത് എന്ന് ശരിക്കും പഠിക്കേണ്ടത് തന്നെയാണ്. ഇവർക്ക് ലഭിക്കുന്ന തുക കേൾക്കുമ്പോൾ നമ്മൾ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതൊരു വലിയ തുകയായിരിക്കാം. ദുബായിൽ പോയാൽ ഒരു ഡ്രൈവർക്ക് ലഭിക്കുന്നത് 3000 ദിർഹം അവിടെ ശമ്പളം ലഭിക്കും. 3000 ദിർഹം എന്നുള്ളത് 23 ഉറുപ്പ്യ വെച്ച് കൂട്ടിയാൽ 326 65,000 രൂപ കിട്ടും. 65,000 രൂപയ്ക്ക് ദുബായിൽ പോയാൽ അവിടെ ഒരു മസാല ദോശയ്ക്ക് എത്ര രൂപ വിലയുണ്ട് എന്നും കൂടെ നമ്മൾ ചിന്തിക്കണം. ഈ പണം ഒന്നും ചിലവാക്കാതെ ഒട്ടും ഉപയോഗിക്കാതെ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച് ആ പണം നാട്ടിലേക്ക് അയച്ചാൽ ഇവിടെ കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ ഒരുപക്ഷെ നല്ല സംഖ്യ കിട്ടും. അവിടെ 60,000 രൂപ കിട്ടിയാൽ ഇവിടെ അത് 20,000 രൂപയുടെ ആവശ്യമില്ല. കാരണം ഇവിടെ 10 രൂപയ്ക്ക് ചായ കിട്ടും, 12 രൂപയ്ക്ക് പൊറോട്ട കിട്ടും.